ആ പോരാട്ടം അവനു വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാവരുടെയും അന്നത്തിനു വേണ്ടിയായിരുന്നു. ഒരു വർഷം മുൻപ് വീടിന്റെ സുരക്ഷയും സംരക്ഷണവും വിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി നടന്നു. അവർ തന്നെ അധികാരത്തിലേറ്റിയവർക്കെതിരെയായിരുന്നു പോരാട്ടം. 56 ഇഞ്ച് നെഞ്ചളവിന്റെ കരുത്തും മണ്ണിൽ പണിയെടുക്കുന്നതും തമ്മിൽ പോരാടിയപ്പോൾ അത് സ്വതന്ത്ര ഇന്ത്യയിൽ പുതുചരിത്രമായി. മഹാമാരിയുടെ മറപറ്റി കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരത്തിനെതിരെ ആദ്യ പ്രതിഷേധമുയർന്നത് പഞ്ചാബിലായിരുന്നു. പ്രതിഷേധം ചട്ടപ്പടിയായി നടത്താറുള്ള രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾക്ക് കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയെ കാണാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരുമായി നടന്ന ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതോടെ അവർ ദില്ലി ചലോ മാർച്ചുമായി വീടുകളിൽ നിന്നും വയലുകളിൽ നിന്നും ഇറങ്ങി നടന്നു. അവരുടെ മെഷീനറിയെക്കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. RSSന്റെ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യയിൽ ഒട്ടാകെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ MLA-മാരും MP-മാരും BJP-യുടേതാണ്. അപ്പോൾ അവരെല്ലാം ഉപയോഗിച്ച് ഗ്രാമങ്ങളിൽ വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തി നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയും. ഇതൊരു ഫ്ലിഞ്ച് ഗ്രൂപ്പുകളുടെ, ഒരു ചെറിയ ഗ്രൂപ്പുകളുടെ പ്രക്ഷോഭം മാത്രമായിട്ടേ വരികയുള്ളൂ. ഇങ്ങനെ ജനങ്ങളാകെ അല്ലെങ്കിൽ കൃഷിക്കാരാകെ ഏറ്റെടുക്കുന്നൊരു പ്രക്ഷോഭമായി ഇത് വളർന്നു വരില്ല. മണ്ണിനെ ഉഴുതുമറിക്കുന്ന ട്രാക്ടറുകൾ രാജ്യതലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങി. വഴിനീള തീർത്ത അധികാര ഉങ്കുകൾ തകർത്തെറിഞ്ഞ് മുന്നേറി. മാർച്ച് ഡൽഹിയിൽ എത്താതിരിക്കാൻ ഹരിയാനയിലെ BJP സർക്കാർ എല്ലാ തന്ത്രങ്ങളും പയറ്റി. എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് 2020 നവംബർ 27 മാർച്ച് ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഘുവിലെത്തി. किसान को मालूम था कि ये जो तीनों कृषि कानून आए हैं ये आने वाली हमारी पीढ़ियों को ख़त्म कर देगा, तो ये हमारे नस्लों और फसलों की बात है, तो इसके लिए हमको जान भी देनी पड़े तो हम पीछे नहीं हटेंगे। इसीलिए आज तक 700 किसान शहीद हुए, लेकिन ये आंदोलन पीछे नहीं हटा। तो ये मन में पहले ही सबने अपने मन को बना लिया था कि भाई हम पीछे नहीं हटेंगे, बेशक हमारी इसमें जान ही क्यों ना चली जाए। സർവസന്നാഹങ്ങളുമായി പോലീസും കർഷകരും മുഖാമുഖം നിലയുറപ്പിച്ചു. കർഷകരുടെ പോരാട്ട വീര്യം കണ്ട കേന്ദ്ര സർക്കാർ സമവായ ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. കേന്ദ്ര സർക്കാരിലെ ബുദ്ധികേന്ദ്രമായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഡൽഹിയിലെ ബുരാഡിയിലുള്ള നിരങ്കാരി മൈതാനം കർഷകർക്ക് വേണ്ടി വിട്ടു നൽകാം. ആ നിർദ്ദേശം തന്ത്രപരമായിരുന്നു. അത് മനസ്സിലാക്കാൻ ചില കർഷക നേതാക്കൾക്ക് കഴിഞ്ഞില്ല. അവർ സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു. കർഷകരോട് ബുരാടി മൈതാനത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുന്ന വീഡിയോയും പുറത്തിറക്കി. BM സിംഗിൻ്റെ പേരിൽ, AKCCയുടെ അന്നത്തെ കൺവീനറിൻ്റെ പേരിൽ ഒരു വീഡിയോ വന്നു. നമ്മളെല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരാരി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ പോയിട്ട് മുരാരി ഗ്രൗണ്ട് കണ്ട സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു പാത മാത്രമുള്ള അവിടേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പോലീസിന് എപ്പോൾ വേണമെങ്കിലും വളഞ്ഞിട്ട് നമ്മൾക്ക് സമരത്തെ സർക്കാരിന് യാതൊരുവിധ ശല്യമില്ലാത്ത രീതിയിൽ അവർ നമുക്ക് തുടരേണ്ടി വരും. എന്നാൽ ആ കുരുക്ക് അതിവേഗം കർഷകരും മറ്റു നേതാക്കളും മനസ്സിലാക്കി. निरंकारी मैदान में ले जा घेर देंगे, हमने ले जा जेड़ा हम घेर देंगे, हम आर्डर रहेंगे, रोड जाम करेंगे, अरे सारे रोड जाम करवाओगे जब हमारी मांग नहीं मानेंगे तो। അങ്ങനെ സിംഘുവും തുടർന്ന് തിക്രി ഗാസിപ്പൂർ അതിർത്തികൾ സമരഭൂമിയായി. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക പോരാട്ടത്തിന്റെ ഭൂമികയായി ഡൽഹി അതിർത്തികൾ മാറി. അതിർത്തിയിൽ കർഷകരും കിലോമീറ്ററുകൾക്കപ്പുറം ഭരണാധികാരികളും. തോൽക്കാൻ സർക്കാരിന് മനസ്സിലായിരുന്നു. വിജയമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചുള്ള ചിന്ത പോലും കർഷകർക്കുണ്ടായിരുന്നില്ല.
കർഷകന്റെ സമരവീര്യം തിരിച്ചറിഞ്ഞ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ചർച്ചയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു. എന്നാൽ സർക്കാരിന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചു. കാർഷിക മേഖലയിൽ നിരവധി കർഷക സംഘടനകൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള VM സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുൾപ്പെടെ ഈ സർക്കാരിനോട് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി തയ്യാറാവുന്ന രൂപത്തിലേക്ക് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അവർ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. അതിർത്തികളിലെ സമരം രാജ്യത്തിന് പുത്തൻ അനുഭവമായിരുന്നു. സിംഗു, തിക്രി, ഗാസിപ്പൂർ അതിർത്തികളിൽ കിലോമീറ്ററുകളോളം കർഷകർ തമ്പടിച്ചു. തുറസായ സ്ഥലത്ത് കർഷകർക്ക് എത്രനാൾ തുടരാൻ കഴിയുമെന്നതിൽ എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു. കടുത്ത ശൈത്യത്തിനിടെയായിരുന്നു അവർ അതിർത്തികളിലേക്ക് എത്തിയത്. വരാനിരിക്കുന്നത് കടുത്ത വേനലും. ഋതുക്കൾ മാറിവരും, എന്നാൽ നിലപാട് മാറില്ലെന്ന് കർഷകർ ഓരോ നീക്കത്തിലും വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. ഡൽഹി അതിർത്തിയിലേക്ക് പുറപ്പെട്ട കർഷകർ മാസങ്ങളോളം കഴിക്കാൻ വേണ്ട ഭക്ഷ്യവസ്തുക്കൾ കരുതിയിരുന്നു. സഹനത്തിന്റെ സമരം തുടങ്ങിയ കർഷകരോട് ഐക്യപ്പെടുന്ന കാഴ്ചയായിരുന്നു ഓരോ ദിവസവും കണ്ടത്. തെരുവിൽ കഴിയുന്ന അന്നദാതാക്കൾക്ക് സഹായവും പിന്തുണയുമായി ഡൽഹി അതിർത്തികളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. घर बार छोड़ के बैठे हैं। आप देखिए बच्चे, लेडीज सब उनके साथ आए हुए हैं, काम धंधा छोड़ के आए हैं। किसान मजदूर आदमी है, 2 फसल साल में करता है, 6 महीने बाद उसको पैसे का मुंह दिखता है। आप उनकी परेशानी समझिए कितनी बड़ी दिक्कत उनके लिए है, ठीक है ना। तो हम सॉलिडरिटी के लिए हम उनके साथ खड़े हैं। हमारा कोई आंदोलन नहीं है, लेकिन हम उनके सपोर्ट में खड़े हैं। हम चाहते हैं कि देश का हर नागरिक खुशहाल रहे, खाली किसान नहीं, हर नागरिक खुशहाल रहे। ജനകീയ പ്രക്ഷോഭങ്ങളിൽ മതത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന മതത്തെ പ്രക്ഷോഭ വഴിയിൽ കണ്ടെത്താൻ സാധ്യതയില്ല. എന്നാൽ കർഷക പ്രക്ഷോഭത്തിൽ ഉടനീളം ഒരു മതത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർഷകർ ഡൽഹി അതിർത്തികളിൽ എത്തിയപ്പോൾ മുതൽ അവർക്ക് താങ്ങും തണലുമായി സിഖ് ഗുരുദ്വാരകളും എത്തി. ഭക്ഷണവും തലചായ്ക്കാനുള്ള താൽക്കാലിക സംവിധാനവും ഒരുക്കി കരുതലിന്റെ മാതൃകയായി. किसान जितना चेर भी यहाँ बैठेंगे उतना चेर हम लंगर इनके खिलाएंगे, क्योंकि किसाना के से हमारा काम है। गुरुद्वारा की सेवा हमारी है। हम किसानों के साथ ही जाते हैं कि घरों में किसानों की सेवा लाते हैं। സമരത്തിൻ്റെ 3-ാം ദിവസം ഒരാൾ 6 ലോഡ് കൂൾ ഡ്രിങ്ക്സും വെള്ളവും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരാണിത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്താണ് ഏ ഹമാര മാലിക്, ഇദ്ദേഹമാണ് ഞങ്ങളുടെ മാലിക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, നിങ്ങളാണോ ഇത് വിതരണം ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു, വായുഗുരുസെ കൃപാസമയം കർത്തക, വായുഗുരുവിൻ്റെ കൃപ കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ പേര് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ലങ്കറിൻ്റെ സമയത്ത് സേവ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങളുടെ പേര് പറയാൻ പാടില്ല. സഹനത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോയ സമരത്തെ തകർക്കാനുള്ള പദ്ധതി മെനയുകയായിരുന്നു സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും. അഹിംസയെ ആയുധമാക്കി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച് സ്വാതന്ത്ര്യം പിടിച്ചുവാങ്ങിയതിനെ ഭിക്ഷയായി കാണുന്ന മനോഭാവം പേറുന്നവർക്ക് പൊടുന്നനെ കർഷകർ രാജ്യദ്രോഹികളായി മാറി. സിഖുകാർ മുഴുവൻ തീവ്രവാദികളാണ് ഇവിടെ വന്നേക്കുന്നത്, അവരൊക്കെ വാളും കൊണ്ട് നടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത കേരളത്തിലെ ചില ആളുകൾ ചെയ്തിരുന്നു. ഇതേമാതിരി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ തന്നെ ഇവർ ഖാലിസ്ഥാൻവാദികളാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒക്കെ ഇവർ പറഞ്ഞത്. നമുക്കറിയാം ഇവിടുത്തെ സിഖ് ഒരു നേതാവ്, ഇവിടെ ഉണ്ടായ വലിയൊരു വിവാദം എന്ന് പറയുന്നത് ഈ സമരത്തിന് വന്നിട്ടുള്ള ഒരു കർഷക നേതാവ് ഖാലിസ്ഥാൻവാദിയെ വിമർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിവാദമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പട്ടികാരനെ എത്ര പേര് ഇവിടെ ചെത്തുന്നതാണ് അദ്ദേഹം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവരുടെ മനസ്ഥിതി എന്ന് പറയുന്നത്, ഇവർക്ക്
കൃഷി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് വെറും ജീവനോപാധി മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമുള്ളതാണ്. ഇവരുടെ മതത്തെക്കായും ബന്ധമുള്ളതാണ് ഇവർക്ക് കൃഷി എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടെടുത്ത് ഇത്ര വലിയ സമരത്തിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറായി വന്നത്. സമരം ചെയ്യുന്ന സാധാരണ കർഷകരോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്നവരെയും സർക്കാർ ലക്ഷ്യം വെച്ചു. അവരെ ആന്തോളൻ ജീവികളെന്ന് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ആന്തോളൻ ജീവികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കണമെന്നും മോദി പറഞ്ഞു. हम लोग कुछ शब्दों से बड़े परिचित हैं, श्रमजीवी, बुद्धिजीवी। पिछले कुछ समय से इस देश में एक नई जमात पैदा हुई है और वो है आंदोलन जीवी। वो आंदोलन के बिना जी नहीं सकते हैं. ആന്തോളൻ ജീവി എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ കർഷക നേതാക്കൾ ആദരവായി ഏറ്റെടുത്തു. Call it Andolan GV, call it whatever. For me, Andolan GV is a badge of honor and I wear it with pride. ഡൽഹിയിൽ കർഷകരെ പ്രതിനിധീകരിച്ച് സംയുക്ത കിസാൻ മോർച്ച നേതാക്കളും കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ചർച്ച തുടർന്നു. നിയമങ്ങൾ പിൻവലിക്കില്ല, ആശങ്കയുള്ള ചട്ടങ്ങളിൽ മാറ്റം വരുത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സർക്കാരിന്റെ നിർദ്ദേശം നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായത്തിനും കാരണമായി. കർഷകർ സംഘടനയിൽ AKSSക്കകത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ അമെൻമെൻറ്റിന് തയ്യാറാകണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അതുപോലെ തന്നെ SKMനകത്തും ഈ അഭിപ്രായക്കാരായ ആളുകളുണ്ടായിരുന്നു. അവർ വളരെ പ്രബലരുമായിരുന്നു, സർക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളവരുമായിരുന്നു. പക്ഷേ അതിൽ പ്രത്യേകിച്ചും കിസാൻ സഭയും അതുപോലെ തന്നെ ഇടതുപക്ഷ കർഷക സംഘടനകളും ശക്തമായൊരു നിലപാടെടുത്തു. അതായത് ഒരു കാരണവശാലും ഇതിൽ ഭേദഗതി പറ്റില്ല. കാരണം ഈ നിയമം പൊതുവെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഡൽഹിയിലേക്ക് പ്രഖ്യാപിച്ച ട്രാക്ടർമാർ പ്രക്ഷോഭത്തിന്റെ ഭാവി തുലാസിലെത്തിച്ചു. ചെങ്കോട്ടയിലേക്ക് കർഷകർ ഇരച്ചെത്തി. ചെങ്കോട്ടയിൽ കൊടിനാട്ടി. ചെങ്കോട്ട ആക്രമിച്ച സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ ദേശസുരക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് എന്ത് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ BJPക്ക് ഒരിക്കലും ആവില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്നത് ദേശസുരക്ഷയെ ഏറ്റവും മുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെയും ആ ചെങ്കോട്ടയിലുണ്ടായ പ്രശ്നങ്ങളെ ദേശസുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് BJP കാണുന്നത്. സംഭവം സർക്കാരിന് പിടിവള്ളിയായി. ദേശവിരുദ്ധർ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ സാധൂകരിക്കാൻ ചെങ്കോട്ട സംഘർഷം ഉപയോഗിച്ചു. ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്ന് കർഷകരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൽ വരെ എത്തിയത്. ചെങ്കോട്ടയിൽ കർഷകർ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു കാരണവശാലും സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് യോജിപ്പില്ല. അത് വരരുതെന്നാണ് നമ്മുടെ നിലപാട്. കാരണം നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു, ഈ സമരം സമാധാനപരമായിട്ടാണ് നടക്കുന്നതെങ്കിൽ വിജയം കർഷകരുടേതായിരിക്കും. ഈ സമരം അക്രമമായി മാറുകയാണെങ്കിൽ വിജയം മോഡിയുടേതായിരിക്കും. ഇതാണ് നമ്മളന്ന് പറഞ്ഞത്. അതിനിടയിൽ സുപ്രീം കോടതി കാർഷിക സമരത്തിൽ ഇടപെട്ടു. നിയമങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചു. വിഷയം പരിശോധിക്കാൻ സമിതിയെ നിയമിച്ചു. അവർ ആദ്യം മുതൽ തന്നെ സമരം എന്നുള്ള ഒരു മാർഗത്തിൽ കൂടെ മാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയും ചർച്ചകൾ, സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ചർച്ചകൾ കൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ചർച്ചകളിൽ കൂടെ പരിഹരിക്കാൻ എന്തുകൊണ്ടോ ഒരുപറ്റം ആളുകൾ തയ്യാറായില്ല എന്ന് തന്നെ വേണം ഇതിൽ പറയാൻ. സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ തന്നെ അങ്ങൊരു BJP കരുതിയിരുന്നത് ഈ ഒരു സമരം ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്ന രീതിയിലൊരു സാഹചര്യം ഉണ്ടാവും, ആളുകൾ കുറച്ചും കൂടി കൺവിൻസ് ചെയ്യാനും ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾക്ക് കൂടുതൽ അവർ മുന്നിട്ടിറങ്ങാൻ ഒരു ശ്രമം ഉണ്ടാവും എന്നാണ് കരുതിയത്. പിന്നീട് മാസങ്ങളോളം ചർച്ചകളും ഇടപെടലുകളും ഉണ്ടായില്ല. കർഷകർ അതിർത്തിയിലും സർക്കാർ മൗനത്തിലും തുടർന്നു. ഇതിനിടെ ഭാരത് ബന്ധും ട്രെയിൻ തടയലുമൊക്കെയായി രാജ്യവ്യാപകമായി സമരത്തിനോട് ഐക്യദാർഢ്യങ്ങളുണ്ടായി. ഇടയ്ക്ക് സമരത്തിന്റെ ഭാവി എന്താകുമെന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യത്ത് നിലവിൽ എല്ലാത്തിൻ്റെയും ഭാവി നിശ്ചയിക്കുന്ന ഒന്നുണ്ട്: തെരഞ്ഞെടുപ്പ്. അതെ, ജനങ്ങളെക്കാൾ തെരഞ്ഞെടുപ്പിന്റെ ശക്തി സർക്കാരുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 5 വർഷം കൂടുമ്പോൾ അവരെ യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തിക്കുന്നതാണ് തെരഞ്ഞെടുപ്പുകൾ.
അതിർത്തിയിലിരുന്ന കർഷകരോട് അനുഭാവം വർദ്ധിക്കുന്നത് സർക്കാരിനും ഭരണകക്ഷിക്കും ബോധ്യമായി. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന തിരിച്ചടിയുടെ ചുവരെഴുത്തായി. साथियों, मैं आज देशवासियों से क्षमा मांगते हुए सच्चे मन से और पवित्र हृदय से कहना चाहता हूं कि शायद हमारी तपस्या में ही कोई कमी रही होगी. आज मैं आपको, पूरे देश को ये बताने आया हूं कि हमने 3 कृषि कानूनों को वापस लेने का, रिपील करने का निर्णय लिया है. 7 വർഷം പിന്നിട്ട നരേന്ദ്രമോദി സർക്കാർ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് വഴങ്ങി. എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകില്ലെന്ന് ആരാധകരും പാർട്ടി പ്രവർത്തകരും കരുതിയ മോദി കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കി. കാർഷിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള പ്രഖ്യാപനത്തെ തുടർന്ന് നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ശൈത്യകാല സമ്മേളനത്തിൽ പാസാക്കുന്നതോടെ നിയമങ്ങൾ അസാധുവാകും. പക്ഷേ പ്രക്ഷോഭം കർഷകർ അവസാനിപ്പിച്ചിട്ടില്ല. 1 മിനിമം വേതനം, 2 തൊഴിൽ, 3 കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില, ഇത് 3 ഉറപ്പുവരുത്തുക എന്നുള്ളതിനാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ ഈ സമരം അത് പരിഹരിക്കപ്പെടാവുന്നത് വരെ നമ്മൾ തുടരണ്ടേ? അത് തുടരണമല്ലോ. അതാണ് ഇപ്പം നമ്മളുടെ എല്ലാ ആളുകളുടെയും മുമ്പിലുള്ള കാഴ്ചപ്പാട്. ഇത് വളരെ കൃത്യമായി കാർഷിക മേഖലയുള്ള എല്ലാവർക്കും അറിയാം. കൃഷിയെ സംരക്ഷിക്കണം, കർഷകർക്ക് വില കൊടുക്കണം, കർഷക തൊഴിലാളികൾക്ക് വേതനം ഉറപ്പുവരുത്തണം. ഇതാണ് ആ സമരം. ആ സമരം തുടരും, അതിൽ യാതൊരു തർക്കവുമില്ല. 1 വർഷം നീണ്ട കർഷക സമരം പുതിയ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു. പ്രക്ഷോഭത്തിൽ സ്വീകരിക്കേണ്ട രീതികളും സമീപനങ്ങളും അവർ കാട്ടിത്തന്നു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ സമരവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ സമീപനത്തിന്റെ ഭാഗമായിരുന്നു. 2014 ശേഷം മോദി സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ സംഘടിത പ്രക്ഷോഭത്തിന്റെ വേദി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പ്രധാന സമരവേദിയായിരുന്ന സിംഘുവിലെത്തിയ പ്രതിപക്ഷ നേതാക്കളെ വേദിയിൽ കയറ്റിയില്ല. സദസ്സിൽ സമര പോരാളികൾക്കൊപ്പം ഇരിക്കേണ്ടി വന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരമായിട്ട് സമരം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് പ്രതിപക്ഷം നടത്തുന്ന സമരമായിട്ടേ പറയൂ. അത് സമരത്തിന് ഗുണം ചെയ്യില്ല. കാരണം അത് എല്ലാ ആളുകളും അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരമാണ് എന്ന രൂപത്തെ കാണൂ. അതുകൊണ്ട് തന്നെ കിസാൻ സഭയുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. ഞങ്ങൾ ഏത് കക്ഷി രാഷ്ട്രീയത്തിലുമുള്ള കർഷകരുടെ മെമ്പർമാരായി വരാൻ കഴിയുന്ന ഒരു സംഘടനയാണ് കിസാൻ സഭ. അതുപോലെ തന്നെ സംയുക്ത കിസാൻ മോർച്ച ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കുന്ന ഒരു സമരമായി വരാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് സമരത്തിൽ പങ്കെടുക്കേണ്ട കാര്യവുമില്ല, മറിച്ച് കർഷകരാണ് സമരത്തിൽ പങ്കെടുക്കേണ്ടത്. ഒരു യഥാർത്ഥ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാവേണ്ട വർഗപരമായ കൂട്ടായ്മ, വർഗപരമായ സമരങ്ങൾ, ആ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ കർഷക വിഭാഗങ്ങൾ ഒരു വർഗ്ഗബോധത്തോടു കൂടി ഒരുമിച്ച് വരിക, ആ വർഗ്ഗബോധം അവർക്കിടയിൽ വികസിപ്പിച്ചെടുക്കാനും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ വ്യക്തി നേതൃത്വത്തിൻ്റെ ആയിരുന്നു നേരത്തെ എല്ലാ സമരങ്ങൾ രൂപപ്പെട്ടു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ അങ്ങനെയല്ല, പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഇഷ്യൂ ബേസ്ഡായ സമരമാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു വ്യക്തി കർഷക നേതാവിൻ്റെയോ നേതൃത്വത്തിൽ നടക്കുന്ന സമരമല്ല. സിംഘു അതിർത്തിയിൽ സിഖ് മതത്തിലെ പോരാളികളെന്നറിയപ്പെടുന്ന നിഹംഗുകൾ യുവാവിനെ കൊലപ്പെടുത്തിയത് പ്രക്ഷോഭത്തിന് കളങ്കമായി. നിഹംഗുകളെ തള്ളി സംയുക്ത കിസാൻ മോർച്ച നിലപാട് വ്യക്തമാക്കി. ഒരു വർഷം നീണ്ട പ്രക്ഷോഭത്തിനിടെ 100 കണക്കിന് കർഷകർക്ക് ജീവൻ നൽകേണ്ടി വന്നു. ഒരു കൊല്ലത്തിനിപ്പുറം കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ ആ മരണങ്ങളുടെ ഉത്തരവാദി ആരാണെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. നിയമങ്ങൾ പിൻവലിച്ചത് 2024-ൽ 3-ാം തവണയും ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് സിംഹാസനം ഉറപ്പിക്കാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും പ്രതിപക്ഷത്തിന്റെയും വാദം. ലക്നൌവാണ് ഡൽഹിയിൽ അധികാരം നിലനിർത്താനുള്ള രാഷ്ട്രീയ വഴി. അതിന് ഉത്തർപ്രദേശ് ഉറപ്പിക്കണം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷക സംഘടനകളായിക്കൊള്ളട്ടെ, അതിൻ്റെ പ്രതിനിധികളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കർഷകർ എന്ന് പറയുന്നവരായിക്കൊള്ളട്ടെ, അവർ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പഞ്ചാബ്, ഹരിയാന അങ്ങനെയുള്ള ബെൽറ്റിൽ നിന്ന് വരുന്നവരാണ്. ഉത്തർപ്രദേശിലാണെങ്കിലും ഈ സമരത്തിൽ നിന്ന് പങ്കെടുത്തതിൽ
ഭൂരിപക്ഷം ആളുകളും വെസ്റ്റേൺ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ചെറിയ പോക്കറ്റിൽ നിന്ന് വന്ന ആളുകളാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ട് ബീഹാറിൻ്റെ അറ്റം വരെ കിടക്കുകയാണ്. അവിടെ നിന്നുള്ളവർ ഇപ്പം ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഈ സമരം അവിടെ ഒരു ചെറിയ രീതി പോലും പ്രതിഫലിച്ചിട്ടില്ല. ഇലക്ഷനാണ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പറയുന്നത് അസംബന്ധമാണ്. രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച അടവ് നയമാണ് നിയമങ്ങൾ പിൻവലിച്ചതെന്ന സംശയം കർഷകർക്കുണ്ട്. സംശയം ജനിപ്പിച്ചത് ഒരു വർഷത്തിലുള്ള സർക്കാരും അവരുടെ കൂട്ടാളികളും സ്വീകരിച്ച നിലപാട് തന്നെയാണ്. ഇപ്പോൾ ഇവർ പിന്നോട്ട് നിന്നാലും ഏത് നിമിഷവും തിരിച്ചടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. സമരത്തിൽ വിജയവും പരാജയവും ഉണ്ടാവും. ഇതൊരു ബാറ്റിൽ ജയിച്ചു എന്നും പറയാം, വാർ ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. സർക്കാരുകൾ ഓർക്കേണ്ടത് ഇത്രമാത്രം: ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഭരണകൂടങ്ങൾ. ജനാധിപത്യത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ എന്ത് തീരുമാനവും ഏകപക്ഷീയമായി നടപ്പിലാക്കാം. ദേശീയ താൽപര്യം, ദേശസുരക്ഷ എന്നൊക്കെയുള്ള വാക്കുകളിൽ എല്ലാം നടത്തിയെടുക്കാമെന്ന ഭരണകർത്താക്കളുടെ മുങ്കിനേറ്റ അടിയായിരുന്നു കർഷകന്റെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പ് കർഷകന് മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആശയും ആവേശവും നൽകി. ആരെയും പരാജയപ്പെടുത്തുകയല്ല, എല്ലാവർക്കും നീതിപൂർണമായ ജീവിതം ഉറപ്പാക്കുകയാണ് പോരാട്ടങ്ങളുടെ ലക്ഷ്യം.